ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ സരയൂനെ കണ്ടുവന്നിട്ട് കൈ വീശിയാണ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. ആ സമയത്ത് കിരൺ അവിടെയുണ്ട്. കിരൺ നോക്കുമ്പോഴേക്കും ഷാരി എന്തൊക്കെയോ ആലോചിച്ച് അവിടേക്ക് നടന്നു വരുവാണ്. ആന്റി പുറത്തു പോയിട്ട് വന്നോ? അല്ല, എന്തോ മേടിക്കാനെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് ഒന്നും വാങ്ങിച്ചില്ലേ? അത് മോനെ അന്വേഷിച്ച സാധനമൊന്നും മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ആണോ? ആന്റി ഒരു കാര്യം ചെയ്, എന്തൊക്കെയാ വേണ്ട വെച്ചാ ലിസ്റ്റ് എനിക്കിതാ, ഞാൻ മേടിച്ചിട്ട് വരാം. ശരി മോനെ എന്ന് പറയാണ്. അല്ല ആന്റി, ആന്റിക്ക് എന്തോ വല്ലത്തെ വിഷമം പോലെ, ഞാനത് ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തു പറ്റി ആന്റി? ഒന്നുമില്ല മോനെ രൂപ ഹോസ്പിറ്റലില്ലേ, അതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വല്ല അച്ഛനൊരു വിഷമം പോലെ. ആന്റിക്ക് അമ്മനെ കാണണമെന്നുണ്ടോ? കണ്ടാ കൊള്ളാന്നുണ്ട്. എന്നാ ആന്റി എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വാ. എന്നാ ഞാൻ വരാം മോനെ എന്ന് പറയുമ്പോഴേക്കും പിന്നെ അമ്മ ICUലാണ്, അതുകൊണ്ട് അമ്മേനെ കാണാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ വരാന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവള് ICUന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ വന്ന് കാണാം. അതായിരിക്കും ആന്റി നല്ലത്. പിന്നെ ആന്റിക്ക് ഓർമ്മയുണ്ടല്ലോ കല്യാണിന്റെ കാര്യം, അവൾക്ക് എല്ലാത്തിനോടും ഇപ്പൊ ചെറിയൊരു പേടിയുണ്ട്. കാരണം അതുപോലത്തെ ഒരു പ്രശ്നങ്ങളാണല്ലോ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവള് ഇപ്പോഴാണ് അവളുടെ അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങിയത്, അവളുടെ അച്ഛൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയത്, പെൺമക്കളെ സ്നേഹിക്കാൻ തുടങ്ങിയത്. അങ്ങനത്തെ ഒരു അച്ഛൻ അകന്നു പോയതിൽ പെൺമക്കൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്, പ്രത്യേകിച്ച് കല്യാണിക്ക്. അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ആന്റി ഒന്ന് ശ്രദ്ധ കൊടുക്കണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോനെ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു കാര്യം ആരുടെ അടുത്ത് പറയാനുണ്ട്. മനോഹറിനെ കുറിച്ചോ? അതെ, അവനിപ്പോ പഴയ മുമ്പ് ചീത്ത സ്വഭാവമൊക്കെ ആണെങ്കിൽ ഇപ്പൊ നല്ല സ്വഭാവമാണ് ആന്റി. അവനായിട്ട് സരയു ഒന്നിക്കുന്നതാണ് നല്ലത്. അത് സമയം കിട്ടുമ്പോഴൊക്കെ ആന്റി തന്നെ സരയുവിന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്റെ മോനെ അവനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ ആയിരിക്കും കടിച്ചു കീറാൻ വേണ്ടി വരുന്നത്. അങ്ങനൊന്നും ഉണ്ടാവില്ല ആന്റി. ഉണ്ടാവും മോനെ, നിങ്ങളുടെ അടുത്ത് അവൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ അവള് കേട്ടിരിക്കുകയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ ചിലപ്പോ അവള് കേൾക്കില്ല, അതുകൊണ്ടാ. അത് മാത്രല്ല ആന്റി, ഞാൻ നവീൻ വക്കീലിനോട് മനോഹറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അവന്റെ ഇത്രയും ദിവസത്തെ ഒരു ഇതിന് ചിലപ്പോ ഇളവ് കിട്ടിയെന്ന് വരും. ഇത്രയും ദിവസം ചിലപ്പോ അവൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ല. അതിന്റെ ആ ജയിൽവാസത്തിന് ഇളവ് കിട്ടുമെന്ന് അറിയാൻ വേണ്ട നവീൻ വക്കീലിനെ എന്നെ സംസാരിച്ചത്. അപ്പോ നവീൻ വക്കീൽ ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ സരയും അതുപോലെ തന്നെ കൺമണി മോള് സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവായിരിക്കും. സരയുവിന് ഇപ്പൊ മനോഹരത്തെ വലിയ ദേഷ്യമൊന്നും ഇല്ല. മുമ്പാണെങ്കിൽ അവൾ ഒരുപാട് സ്നേഹിച്ചാണ് മനോഹരനെ. ആ സമയത്ത് മനോഹരന്റെ സ്നേഹം കിട്ടാനുള്ള ഒരു യോഗ്യതയില്ലായിരുന്നു. അപ്പൊ ആ ഒരു സ്നേഹം അവൾ ഇനി മനോഹരനെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കുടുംബജീവിതം അവൾക്കും കിട്ടും. മനോഹരന് ഒരിക്കലും സ്വഭാവം മാറില്ല. ആ കല്യാണിയുടെ അച്ഛനെ പോലെ, ആന്റിനെ പോലെ, സരയുവിനെ പോലെ അവന്റെ സ്വഭാവം മാറി എന്ന് പറയാണ്. അതുകൊണ്ട് ആന്റി സമയം കിട്ടുമ്പോഴൊക്കെ സരയുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ് വേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും അവനൊരു ജയിൽ പുള്ളിയല്ലേ മോനെ. നാളൊരു സമയത്ത് അവനും സരയൊക്കെ ഒന്നിച്ച് ജീവിച്ചാലും മോള് സ്കൂളിലൊക്കെ പോകുമ്പോഴേക്കും ജയിൽ പുള്ളിയുടെ മകള് എന്നുള്ള പേരല്ലേ വരത്തുള്ളൂ. അത് ആന്റി പറഞ്ഞ ശരിയാ. പക്ഷെ മറ്റുള്ളവരെ നോക്കിയിട്ട് നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ആന്റി. മറ്റുള്ളവരങ്ങനെ പലതും പറയും, ഒന്നും ഇല്ലെങ്കിൽ പോലും പറയും. അവരെയൊക്കെ നോക്കിയത് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ആന്റി ഞാൻ പോയിട്ട് വരട്ടെ. ശരി മോനെ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവാണ്. ഷാരി നേരെ മുകളിലേക്ക് പോവാണ്. കല്യാണിയും കിരണവും കല്യാണം കഴിഞ്ഞ് വന്ന ആ ഒരു റൂം ഉണ്ടല്ലോ, ആ റൂമിൽ അലമാരൊക്കെ തുറന്നിങ്ങനെ നോക്കുവാട്ടോ. ഷാരി അത് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവളെ കിരൺ കല്യാണം കഴിച്ചോണ്ട് വന്ന റൂമല്ലേ, അതായിരിക്കും അവൾ ഇത്ര സ്നേഹത്തോടെ നോക്കുന്നത്. അപ്പോഴേക്കും കല്യാണി ഷാരിനെ കാണുന്നുണ്ട്. ആന്റിയോ, വാ ആന്റി എന്ന് പറയാണ്. ഈ റൂമിലാ കിരണേട്ടനും ഞാനും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നപ്പോ താമസിച്ചിരുന്നത്. എനിക്ക് മനസ്സിലായി മോളെ, അതുകൊണ്ടാണ് മോൾ ഇങ്ങനെ നോക്കുന്നതെന്ന്. അന്നത്തെ സാരിയും ഡ്രസ്സുകളൊക്കെ നോക്കുമായിരിക്കും അല്ലെ. എന്റെ മോളെ കല്യാണം കഴിഞ്ഞ് നല്ലൊരു ഭർത്താവിനെ, കുടുംബജീവിതവും നല്ലൊരു മക്കളെയൊക്കെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. മോൾക്ക് ആ ഭാഗ്യമുണ്ട്. സരയുനും ആ ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അവള് തന്നെയാണല്ലോ എല്ലാം തട്ടിത്തെറിപ്പിച്ചത് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട്, ആന്റി അവളെ മാത്രം കുറ്റം പറയല്ലേ, അവളുടെ അച്ഛനാണല്ലോ മനോഹരനെ കണ്ടുപിടിച്ച് വിവാഹം നടത്തിക്കൊടുത്തത്. പക്ഷെ അവള് പെട്ടെന്ന് അവന്റെ വലയിൽ വീണല്ലോ മോളെ എന്ന് ഷാരി പറയാണ്. ആന്റി ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആന്റി. മനോഹർ ഇപ്പൊ പഴയ പോലെയല്ല. ഇനി അവൻ തിരിച്ചു വരാണെങ്കിൽ രണ്ട് കൈന്നിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സരയുന് നല്ലൊരു ജീവിതം ഉണ്ടാവും. എനിക്ക് ഒരു ആഗ്രഹമുണ്ട് മോളെ എന്ന് ഷാരി പറയാണ്. എന്താ ആന്റി? അത് സരയു പഴയ പോലെ ഈ വീട്ടിലേക്ക് വരണം. അപ്പോ താരാന്റിയോ? താരനെ മുമ്പ് ചന്ദ്രേട്ടനെ നോക്കിക്കൊണ്ടിരുന്ന ചെലവും കാര്യങ്ങളൊക്കെ. താരക്ക് വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ, അല്ല ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ, അതിനൊരു കുഴപ്പമില്ലല്ലോ. സരയു ജനിച്ചുള്ള വീടല്ലേ മോളെ ഇത്. അവള് ഈ വീട്ടിലേക്ക് തന്നെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്. പിന്നെ കൺമണി മോൾ ഇവിടെ ഉണ്ടല്ലോ. ആന്റി പറഞ്ഞതൊക്കെ ശരിയാണ്. അതിനെക്കുറിച്ച് സരയുനോട് സംസാരിക്കാം. അത് മാത്രല്ല
കിരണേട്ട സരിന് ഒരു വില്ല കൊടുക്കാന്ന് പറയണ്ടായിരുന്നു. എല്ലാരും ഒരുമിച്ച് തന്നെ ഒരു കോമ്പൗണ്ടിൽ നിൽക്കണോന്ന്. അവൾക്ക് വേറെ എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് ആന്റി ഏറ്റവും വലുത്. അതും മോള് പറഞ്ഞ ശരിയാണ്. അല്ല, മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? ഇപ്പൊ ഒന്നും വേണ്ട ആന്റി, എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുവാണ്. എന്നിട്ട് കല്യാണം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരു കണക്കിന് സരിയു പറഞ്ഞാലും കാര്യമുണ്ട്. കിരണായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഈ റൂമിൽ കഴിയേണ്ടത് ശരിക്കും അവളായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാരി നിലത്തേക്ക് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണത് ആ ഗുണ്ട പയസിനെയാണ് കേട്ടോ. അയാള് മതിൽ ചാടി പിന്നാമ്പുറത്തേക്ക് എത്തി. ഷാരി വാതിൽ തുറന്നു കൊടുക്കാണ്. അയാള് നേരെ പതുക്കെ പതുക്കെ മുകളിലേക്ക് പോവാണ്. അവിടെ കല്യാണി നല്ല ഉറക്കമാട്ടോ. അയാള് തലയിനെടുത്ത് കല്യാണിയുടെ മുഖത്തേക്ക് വെച്ച് ഒരൊറ്റ അമർത്തലാണ്. കല്യാണി ജീവന് വേണ്ടി പെടഞ്ഞോണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം പെടഞ്ഞതിനു ശേഷം കല്യാണി മരിച്ചു പോവാണ്. അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ സരിയു ചാടി എഴുന്നേക്കാണ്. മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് താര അവിടേക്ക് വരുന്നുണ്ട്. താര സരിയുടെ തട്ടി വിളിക്കാണ്. എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ മരിച്ചില്ലേ? നിങ്ങളിത് എവിടെ എത്തിയത്? അത് മോള് മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞ കേട്ട് വന്നതാണ്. അപ്പൊ മരിച്ചില്ലേ? അവള് മരിച്ചില്ലേ? ചോര വാർന്ന് മരിച്ചില്ലേ എന്ന് ചോദിക്കാണ്. ആര് എന്ന് താര ചോദിക്കുമ്പോഴേക്കും വേറെ ആര്? ആ കല്യാണി. അവള് മരിച്ചതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഇപ്പൊ അത് സ്വപ്നമായിരിക്കും, ഉടനെ അത് നടക്കും, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറയാണ്. നിങ്ങൾക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? നിങ്ങൾക്ക് പണിയൊന്നുമില്ലേ എന്ന് പറയുമ്പോഴേക്കും താര അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകുവാട്ടോ. സരയു വേഗം വാതിൽ ലോക്ക് ചെയ്യാണ്. അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമാണ്, പക്ഷെ നടക്കാൻ പോകുന്ന സ്വപ്നം. അവള് ചോര വാർന്ന് മരിക്കും. അവൻ കുത്തിപ്പോയി കഴിയുമ്പോഴേക്കും ചോര വാർന്ന് ഒഴുകണ വരെ എന്റെ അമ്മ നോക്കിയിരിക്കും. അതിനുശേഷം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കും. അപ്പോഴേക്കും ഹോസ്പിറ്റലുകാർ വിധി എഴുതും അവള് മരിച്ചു എന്ന്. ഞാൻ പൊട്ടിക്കരയണം. പിന്നെ ചടങ്ങുകൾ കഴിഞ്ഞവരെ അവിടെ തന്നെ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഏത് നിമിഷം കോള് വരും അവള് മരിച്ചു എന്ന് പറഞ്ഞിട്ട്, അതിനുവേണ്ടി കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് സരിയു അങ്ങനെ കിടന്നുറങ്ങുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണ വീണ്ടും ആ പയസ് ശരിക്കും മതിൽ ചാടി വരുന്നുണ്ട് കേട്ടോ. ഷാരി വാതിൽ തുറന്നു കൊടുക്കാണ്. ഷാരി പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോ ആ പയസ് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ റൂമിൽ കയറി കഥ കടിച്ചിരുന്നോ എന്ന് പറയാണ്. അതിനുശേഷം അയാൾ നേരെ കല്യാണിന്റെ മുറിയിലേക്ക് പോവാട്ടോ. അവിടെ പോകുമ്പോഴേക്കും അവിടെ കല്യാണി ഇല്ല. ഇവളിത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് നാല് മൂലൊക്കെ നോക്കുന്ന സമയത്താണ് കല്യാണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. കല്യാണി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കാണുന്ന കാഴ്ച ഈ പയസ് തിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ. അത് കാണുമ്പോ തന്നെ കല്യാണി നിങ്ങൾ ആരാ ഇത്? നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോ ആ പയസ് വേഗം കല്യാണിന്റെ അടുത്തേക്ക് കത്തി കൊണ്ട് കുത്താൻ വേണ്ടി വരുവാണ്. കല്യാണി അവിടെ ഉണ്ടായിരുന്ന ഒരു തലവണ എടുത്തിട്ട് അയാളെ പിടിച്ച് തള്ളിയിടുക കേട്ടോ. എന്നിട്ട് ആന്റി ആന്റി എന്ന് വിളിച്ച് മുകളിൽ നിന്ന് നിലത്തേക്ക് ഓടി വരുന്നുണ്ട്. തൊട്ടു പിന്നിൽ ആ പയസും വരുന്നുണ്ട്. കല്യാണി ഓടി വരുമ്പോഴേക്കും ഷാരി വേഗം ആ സ്റ്റെയർ കേസിന്റെ അടിയിൽ പോയിട്ട് ഒളിഞ്ഞു നിൽക്കുക കേട്ടോ. ആന്റി ആന്റി എന്ന് വിളിച്ചിട്ട് കല്യാണി കരഞ്ഞുകൊണ്ട് ഓടി വരുവാണ്. എന്നിട്ട് അവിടുത്തെ മെയിൻ സ്വിച്ച് കല്യാണി ഓഫ് ചെയ്യാണ്. അതിനുശേഷം ആ പയസിനെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അയാൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഫോണിൽ ടോർച്ച് വെച്ചിട്ട് അടിച്ചു നോക്കാണ് എവിടെയെങ്കിലും വെട്ടത്തിൽ അവള് ഒളിച്ചു നിൽക്കുന്നുണ്ടോന്ന്. അങ്ങനെ കല്യാണി ഒരു മൂലക്ക് ഒളിഞ്ഞു നിൽക്കുന്നത് പയസ് കാണുന്നുണ്ട്. കല്യാണിന്റെ അടുത്തേക്ക് വീണ്ടും കത്തി കൊണ്ട് കുത്താൻ വരുമ്പോഴേക്കും കല്യാണി അവിടെ നിന്ന് ഓടിപ്പോവാണ്. ആ സമയത്ത് ഷാരി അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടക്കെ തന്നെ അവിടെയൊക്കെ പയസ് വന്നിട്ട് ഷാരിയുടെ ഒറ്റ കുത്തുവാട്ടോ. ഷാരി അപ്പൊ അയ്യോ എന്ന് പറഞ്ഞിട്ട് നിലത്തേക്ക് ഉരുണ്ടു വീഴുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്തായാലും ഷാരി മരിച്ചു. അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.